പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1200 കർക്കിടക മാസം 31-ാം തീയതി സമാപിക്കുകയാണ്. ഒരു പുതുവർഷം 1201 പിറക്കാൻ പോകുകയാണ്. 1201 ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി, 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി കാലത്ത് 1:45 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും ശുഭാശുഭങ്ങൾ എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ്. ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ശ്രീനാരായണ ഗുരു ജയന്തി, ചട്ടമ്പിസ്വാമി ജയന്തി, വിനായക ചതുർത്ഥി, തിരുവോണം, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം. ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു. ചിങ്ങം 1-ാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി, ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ്. ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു, ചിങ്ങമാസം 1-ാം തീയതി കാലത്ത് 1:45 രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം. ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല. ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമെന്ന വിഷയം. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന്, ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ്. സിംഹേ വിംശതിരാദിത ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു. നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ. മൂലം പുരാണ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ഈ പുതുവർഷം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ഇവിടെ ധനുരാശിക്ക് 3-ൽ രാഹു, 4-ൽ ശനി, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ, അഷ്ടമത്തിൽ ബുധൻ, 9-ാം ഭാവത്തിൽ സൂര്യൻ, കേതു, 10-ാം ഭാവത്തിൽ ചൊവ്വ. ഇവിടെ ധനുരാശിക്കാർക്ക് രാശിയധിപനായ ഗ്രഹം വ്യാഴം ഭാവത്തിലേക്ക് നോക്കുന്നു. ഏതൊരു ഗ്രഹവും ആ ഭാവത്തിലേക്ക് നോക്കുന്നത് ഭാവത്തിന് ജീവനാണ്. അതിനാൽ രാശിക്ക് നല്ല ബലമുണ്ട് ധനുരാശിക്കാർ. അവിടെ 7-ാം ഭാവാധിപനായ ഗ്രഹം അഷ്ടമത്തിലാണ്. പലപ്പോഴും യാത്ര, വിദേശയാത്ര, അതിനുള്ള എല്ലാ അവസരങ്ങളും കൈവരും. ഒരു കൃതിക രാശിയാണ് ധനുരാശി. ദൈവനിയോഗം പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് കൃതിക രാശി പറയുന്നത്. യത് ജനനം കൃതയുഗഭേ ദൈവനിയോഗാതുഭേത്യ സകല ജനാഹ ധനമസ്മൈ ദദ്യുഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവനിയോഗം പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. ധനരാശി പിതൃധനി, പാരമ്പര്യമായി പിതാവിൻ്റെ ധനം അനുഭവിക്കുന്നവരാണ്. ഇവിടെ 9-ാം ഭാവത്തിൽ സൂര്യൻ വന്നിരിക്കുന്നു. അതിനാൽ പൈതൃകമായ സ്വത്ത്, ധനം, ഇതൊക്കെ അനുഭവിക്കാൻ വളരെയധികം അനുകൂലമായ സാഹചര്യം ധനുരാശിക്കാർക്ക് നിലവിലുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, തനിക്ക് ജോലി കിട്ടുമ്പോൾ, ധനം കിട്ടുമ്പോൾ ധാരാളം ശത്രുക്കളുണ്ടാവും. 6-ാം ഭാവത്തിൽ ചന്ദ്രനാണ്. രിവോ ജായതേ വിഗ്രഹേണാഭി രാജ ജിതാസ്തകി ഭൂയോ വിധോ സമ്പദന്തി. യുദ്ധം വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശത്രുജന്യമായ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. ദാമ്പത്യത്തിലും അസ്വാരസ്യങ്ങൾ വരും. കാരണം വിവാഹവതിയായ ഗ്രഹം ബുധൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിവാഹവതിയായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തൽക്കാലം മാറി നിൽക്കുക. ഭർത്താവ് വിദേശത്ത് പോകുമ്പോൾ ഭാര്യ തനിച്ചാവുക. ഇപ്രകാരം ഭാര്യ ഭർത്ത് ബന്ധത്തിൽ താൽക്കാലികമായ സെപ്പറേഷൻ ഉണ്ടായാലും മതി. എന്തായാലും 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ
പ്രിയ കലഹ അസ്തഗതേ സുരതേ സുഹു, ഭാര്യയുമായിട്ട് കലഹിക്കേണ്ട യോഗമുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ദാമ്പത്യത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യണം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഈ ഒരു വർഷക്കാലം. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ നല്ലതായിരിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും. 3-ലെ രാഹു കാര്യങ്ങൾ ധൈര്യപൂർവ്വം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള വലിയൊരു അവസരം ധനുരാശിക്കാർക്ക് സംജാതമാക്കുന്നതാണ്. ഇവിടെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും വളരെ നന്നായി കർമ്മത്തിൽ സജീവമായി ഇറങ്ങി മുന്നോട്ട് കുതിക്കുവാൻ, കാരണം ധനുരാശി കുതിരയാണ്, മുന്നോട്ട് കുതിക്കുവാനുള്ള ആ പ്രാപ്തി ആർക്ക് നൽകും? ധനുരാശിക്കാർക്ക് നൽകും. കണ്ടകശനിയുടെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനാൽ പ്രാർത്ഥനയിൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ധനുരാശിക്കാർക്ക് പ്രയോജനപ്പെടുന്നതാണ്. 9-ലെ ആദിത്യൻ പ്രബലമായ ജോലിയിലേക്ക് മാറ്റുന്നതാണ് ആ വ്യക്തിയെ. ക്രിയാതുങ്കതാം, ഉയർന്ന ജോലി. സോദരേഹി തപ്യതേ, സഹോദരനാൽ തനിക്ക് ദുഃഖം വരുമെന്നൊരു ഫലമുണ്ട്. എങ്കിലും ഇന്ന് ധനുരാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു ഘടനയാണ് ഈ ഒരു വർഷമുള്ളത്. അതിനായി യത്നിക്കുക. എല്ലാം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.